ഗൈസ്, അപ്പോൾ ഇന്നത്തെ യാത്ര അഞ്ചുകുഴിയിലെ അതിപ്രശസ്തമായ പഞ്ചതീർത്ഥ ആദിപരാശക്തി ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പോൾ ഈ കാണുന്നത് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളുമാണ്. ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം അഞ്ചുകുഴി ശിവക്ഷേത്രമാണ്. കാണേണ്ട ഒരു ക്ഷേത്രമാണ്. അതാണ് ആ ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം രണ്ട് മലയുടെ നടുക്കായിട്ടാണ്. ഒരു അഞ്ചുകുഴി വെള്ളച്ചാട്ടവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞു ക്ഷേത്രമാണ്. അതേപോലെ പ്രശസ്തമായ ഒരു ക്ഷേത്രവും കൂടിയാണ്. നമുക്കവിടെ ചെന്നതിന് ശേഷമാണ് അറിയാൻ പറ്റിയത് അതൊരു ശിവക്ഷേത്രമല്ല, അതൊരു ദേവീക്ഷേത്രമാണെന്ന്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിലെ എരുമേലി താലൂക്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിന് ഉള്ളിലാണ് വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത പഞ്ചതീർത്ഥ ആദിപരാശക്തി ക്ഷേത്രമുള്ളത്. അവിടെ തന്നെയാണ് അഞ്ചുകുഴി വാട്ടർഫാൾസ് ഉള്ളത്. കുറേ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ പ്രശസ്തരായ കുറേ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് അമ്പലത്തിലോട്ട് ചെല്ലേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അമ്പലം രണ്ടു മലയുടെ ഇടയിലാണ്. ഒരു മല കാടും ഒരു മല കൈതത്തോട്ടവുമാണ്. പിന്നെ അതേപോലെ ഇവിടുത്തെ അഞ്ചുകുഴി വെള്ളച്ചാട്ടവും. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പിന്നിൽ വളരെ വലിയൊരു ഐതിഹ്യമുണ്ട്. അമ്പലത്തിൻ്റെ അകഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല, അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ചെറിയ വഴിയിലൂടെയാണ് നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് ചെല്ലാൻ സാധിക്കുന്നത്. അഞ്ചുകുഴി എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം 5 കാവ് സ്വഭാവമുള്ളതും 5 സ്ഥലത്തു നിന്ന് വരുന്ന തീർത്ഥജലവും ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇത് സംഗമിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് അഞ്ചുകുഴി എന്ന് പേര് വന്നത്. നമ്മൾ ചെന്നത് ഇച്ചിരി വൈകിയായതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ രാത്രി കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇപ്പോൾ പറയാൻ പോകുന്നതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ശരിക്കുമുള്ള ഐതിഹ്യം. ദുർഗാദേവിയെ പഞ്ചപാണ്ഡവർ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം വനവാസകാലത്ത് ഇവിടെ ആരാധിച്ചിരുന്നു. അവർക്ക് ഇവിടെ വെച്ച് ദുർഗാദേവിയുടെ ദർശനം ലഭിക്കുകയും അതിനുശേഷം പാഞ്ചാലിമേട് വഴി ഇവർ യാത്ര നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു അമ്പലം 2 മലയുടെ ഇടയിലാണെന്ന്. ഒന്ന് കൈതത്തോട്ടത്തിൻ്റെ ഒരു മലയും ഒന്ന് കാടായിരുന്നെന്ന്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാടുള്ള മലയിലാണ്. ഈ ഒരു മലയിലോട്ട് തന്നെ നമ്മൾ ഒരു പാലം കടന്നാണ് വരുന്നത്. ഈ ഒരു പാലം കടന്നാണ് നമ്മൾ അമ്പലത്തിലേക്ക് വന്നത്. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം നിൽക്കാൻ സാധിച്ചില്ല. നമ്മൾ താഴെ ഓഫീസിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു.
ഈ ഒരു അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അന്നദാനം ഉള്ളതാണ്. നമ്മൾ ചെന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ്, മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് അവർ പറഞ്ഞത് പോകരുത്, അന്നദാനമുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ അന്നദാനവും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. ദുരിതങ്ങൾ മാറാൻ പഞ്ചപാണ്ഡവർ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർക്ക് ഫലം ലഭിച്ചു. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത അനുഭവം ലഭിക്കുന്നു എന്ന് ഭക്തജനങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. ഞാനപ്പോൾ ഒന്നും കൂടി ഈ ഒരു അമ്പലത്തിൻ്റെ പ്ലേസ് പറയാം. കോട്ടയം ജില്ലയിലെ എരുമേലി താലൂക്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിന് ഉള്ളിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ രാത്രി കാഴ്ചകളാണ്. എനിക്ക് ഈ ഒരു അമ്പലം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്ന് പറയുമ്പോൾ കാടിൻ്റെ അടുത്തും വെള്ളച്ചാട്ടത്തിൻ്റെയും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.